തുടങ്ങാം. അപ്പൊ എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. അപ്പൊ നമുക്ക് ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഒരു 3/4 മണിക്കൂർ ചെലവഴിക്കാം. നമ്മൾ ആരോഗ്യ കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഭക്ഷണത്തിന്റെ കാര്യം തന്നെയാണ് ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നമ്മള് ഭക്ഷണം മിതമായിട്ട് കഴിക്കണം. നമുക്ക് നല്ല ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ രുചിയുള്ള ഭക്ഷണങ്ങൾ ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലും കഴിക്കാം. അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മള് പച്ചക്കറികളാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. അതും വേവിക്കാത്ത ഭക്ഷണങ്ങളാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയുടെ അനുസരിച്ച് നമുക്ക് ഗോതമ്പ് പലഹാരങ്ങളും ഭക്ഷണങ്ങളും അതുപോലെ അരി ഭക്ഷണങ്ങളും കുറച്ച് കൂടുതലാണ് നമ്മൾ കഴിക്കുന്നത്. നമ്മുടെ സ്വാദ് അങ്ങനെയാണ് ചിട്ടപ്പെടുത്തി വന്നിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്ന് കുറച്ച് മാറ്റം നമുക്ക് വേണം. നമ്മൾ പ്രായമാവും തോറും നമ്മുടെ ഭക്ഷണക്രമത്തിൽ കുറച്ച് ചിട്ടകള് തീർച്ചയായിട്ടും വരുത്തേണ്ടതായിട്ടുണ്ട്. നമ്മൾ 20-25 വയസ്സ് കഴിഞ്ഞ് എന്ത് വേണമെങ്കിലും കഴിക്കാം. 25 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് സെലക്റ്റീവ് ആവണം. അപ്പൊ അത് നമുക്ക് പരിശീലിക്കാം. നമുക്ക് ധാന്യങ്ങൾ മുളപ്പിച്ച് കഴിക്കുന്നത് നല്ലതാണ്. പ്രോട്ടീന്റെ അംശം കൂടുതൽ കിട്ടും. അപ്പൊ ചെറുപയറാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും എളുപ്പത്തിൽ മുളപ്പിക്കാൻ പറ്റിയിട്ടുള്ളത്. പരിപ്പ്, പയറ്, കടല അതൊക്കെ മുളപ്പിച്ച് കഴിക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. അത് താമസം പിടിക്കും മുളയ്ക്കാനായിട്ട്. ആ മുള വന്നതാകുമ്പോൾ അതിൽ പ്രോട്ടീന്റെ അംശം കൂടുതലാണ്. നമുക്ക് പ്രോട്ടീനാണ് കൂടുതൽ ആവശ്യം. നമുക്ക് ഫാറ്റ്, കൊഴുപ്പ് കുറക്കുക ആവശ്യമാണ്. അപ്പൊ നമ്മള് ആൽക്കലൈൻ ഭക്ഷണം എന്ന് വെച്ചാൽ പച്ചക്കറികളാണ് മെയിനായിട്ട്. പച്ചക്കറികളും പഴങ്ങളും. അപ്പൊ പഴങ്ങളും നമ്മുടെ നാട്ടില് സുലഭമായിട്ട് ലഭിക്കുന്ന പേരയ്ക്ക, അതുപോലെ നെല്ലിക്ക, അതുപോലെ കൊപ്പക്കായ, ഇതൊക്കെ നമുക്ക് ഇഷ്ടംപോലെ കഴിക്കാം. അത് കുഴപ്പമില്ല. അതേപോലെ ഇലവർഗ്ഗങ്ങളും നമുക്ക് നല്ലത്. ഇലവർഗ്ഗങ്ങൾ കഴിക്കുന്നതില്ല. നമുക്ക് സാധാരണ ചീര, മുരിങ്ങ, പലതരം ചീരകളുണ്ട്. പിന്നെ മുരിങ്ങയുടെ ഇല, പിന്നെ നമുക്ക് തഴുതാമ, മുത്തള അങ്ങനെയുള്ള സസ്യങ്ങളുണ്ട്. നമ്മള് പുല്ല് അല്ലെങ്കിൽ പുല്ലുവർഗ്ഗത്തിലേക്കും പറഞ്ഞ ഒരു ഇതാണ്. പക്ഷെ അതൊക്കെ നല്ല മരുന്നുകളാണ്. തഴുതാമ തോരൻ, അതുപോലെ ഈ മുത്തള്, അതൊക്കെ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതല്ല. അതുപോലെ നമുക്ക് മഞ്ഞപ്പൊടി, കുരുമുളക്, താൻ, ഇഞ്ചിനീര്, അതൊക്കെ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. അതുപോലെ വെളുത്തുള്ളി ഏറ്റവും നല്ലൊരു അക്ഷരമാണ്. അപ്പൊ നമ്മൾ കാലത്ത് തന്നെ വെള്ളം കുടിക്കുമ്പോൾ അതിന്റെ ഒപ്പം ചെറിയൊരു വെളുത്തുള്ളിയുടെ അല്ലി കടിച്ചതിന്റെ ശീലമാക്കി കഴിഞ്ഞാൽ നല്ലതാണ്. കൂടുതലായാലും കുഴപ്പമാണ്. നമുക്കൊരു അല്ലി, ചെറിയൊരു അല്ലി മതി. അതുപോലെ നമുക്ക് ബിപിയുടെ അസുഖങ്ങളൊക്കെ നോർമലാകാൻ വെള്ളം കൂടുതൽ കുടിക്കുന്നത് നല്ലതാണ്. കാലത്ത് നേരത്തെ തന്നെ നമ്മൾ വെറും വയറ്റിൽ കൂടുതൽ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. അപ്പൊ അങ്ങനെ കുറച്ച് ഭക്ഷണശീലങ്ങളിൽ നമ്മൾ ചെറിയൊരു ചേഞ്ച് വരുത്താം. അതുപോലെ നമ്മൾ സമയം 2 നേരം അല്ലെങ്കിൽ 3 നേരം അല്ലെങ്കിൽ 2 നേരം ഭക്ഷണം ആക്കുക. അസുഖമുള്ളവർ തീർച്ചയായിട്ടും അത് കുറയ്ക്കണം, ഭക്ഷണം കുറയ്ക്കണം. നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 10 ദിവസം കൂടുമ്പോൾ ഒരു ദിവസം ഉപവാസം എടുക്കുക. ഭക്ഷണങ്ങളൊക്കെ ഉപേക്ഷിക്കുക. വെള്ളം മാത്രം കഴിച്ച് ഉപവസിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതൊക്കെ പെട്ടെന്ന് തന്നെ ഒരു ദിവസം കൊണ്ടൊന്നും പറ്റില്ല. നമുക്ക് ഒരു പേടിയുണ്ടാവും. പക്ഷെ നമ്മൾ നാളെ എന്ന് വെച്ച് ഇരുന്നാലും കാര്യമില്ല. നമ്മൾ തീരുമാനത്തിലെത്തണം. അത് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല. അതുപോലെ നമുക്ക് അപ്പൊ യോഗ ചെയ്യുന്നത് കാലത്ത് തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പൊ കാലത്ത് ചിലപ്പോൾ ബിസിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചിലർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ കാലത്ത് ഒരു 10-15 മിനിറ്റ് ശ്വസന വ്യായാമങ്ങൾ ചെയ്യാം. അത് കഴിഞ്ഞ് യോഗാസനങ്ങളും നമുക്ക് വൈകിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലും കുഴപ്പമില്ല. അതേപോലെ ഉറക്കം, ഇരുട്ടത്ത് കിടന്നിട്ടുള്ള ഉറക്കം നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ശരീരത്തിന്റെ റിപ്പയറിങ് നടക്കുന്നത് ഇരുട്ടത്ത് കിടന്നുറങ്ങുമ്പോഴാണ്. അപ്പൊ ഹോർമോൺ ബാലൻസും ഇതൊക്കെ വരുത്തുന്നത് ആ സമയത്താണ്. ചില ഹോർമോണുകള് ഇരുട്ടത്ത് കിടന്നുറങ്ങുമ്പോൾ ഉണ്ടാവുള്ളൂ, മെലട്ടോണിൻ, സെറോട്ടോണിൻ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അപ്പൊ ഉറക്കം അതുപോലെ നമ്മൾ ഇടതുവശം ചേർന്ന് കിടന്നുറങ്ങണം, ഇടത്തോട്ട് തിരിഞ്ഞ് കിടന്നുറങ്ങണം. അങ്ങനെയാണ് നമ്മളെ ഈ കീഴ്ശ്വാസം ഉണ്ട്. അപ്പൊ അത് ഇങ്ങനെ വലത്തോട്ട് തിരഞ്ഞെടുക്കുമ്പോ അത് അങ്ങനെ പോവില്ല, പ്രസ്സിങ് ആവില്ല. നമ്മൾ പ്ലീഹ അതൊക്കെ മുകളിൽ വരുമ്പോ അത് പ്രസ്സിങ് ഉണ്ടാവില്ല. ഇടത്തോട്ടാകുമ്പോ അത് ഒരു പ്രസ്സിങ്ങോട് കൂടി ആ ഇത് പൊക്കോളും, കീഴ്ശ്വാസം ഓട്ടോമാറ്റിക് ആയിട്ട് പൊക്കോളും.
അപ്പൊ ഇടത്തോട്ട് തിരിഞ്ഞ് കിടക്കണത് കിടന്നുറങ്ങണത് വളരെ നല്ലത്. അതുപോലെ നമ്മൾ സൂര്യപ്രകാശം വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ്. സൂര്യനെ നോക്കി നിൽക്കണം നമ്മള്. അത് കാലത്ത് നേരത്തെ പറ്റുക, അല്ലെങ്കിൽ വൈകിട്ട് ഈ സമയത്ത്, സന്ധ്യാസമയത്ത്, അസ്തമിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഉദിക്കുന്ന സമയത്ത് ഒരു 5-10 മിനിറ്റ്, 10 മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ നല്ലതാ സൂര്യനെ നോക്കി നിൽക്കുക. കണ്ണിന് കാഴ്ച ശക്തി കിട്ടാനും പിന്നെ അതല്ല മുഖത്തിന് ഒരു പ്രസരിപ്പ് ഭംഗി കിട്ടാനും നിനക്ക് നല്ലതാ. ഒരു ദിവസം മുഴുവൻ എനർജറ്റിക് ആവാനായിട്ട് ആ 10 മിനിറ്റ് നമുക്ക് വളരെ ഗുണകരമാണ്. അതുപോലെ വെള്ളം കുടിയുടെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ എന്നറിയില്ല, വെള്ളം നന്നായിട്ട് കുടിക്കണം. നമുക്ക് അസുഖം വന്നു കഴിഞ്ഞാലൊക്കെയാണ് ബുദ്ധിമുട്ട് വരുള്ളൂ. അസുഖം വരുന്നിട്ട് മുമ്പ് നമ്മൾ കുടിച്ച് പരിശീലിക്കണം ഈ കാര്യങ്ങൾ എല്ലാം. അപ്പൊ ഇത്ര കാര്യങ്ങളാണ് മുന്നോടിയായിട്ട് പറയാനുള്ളത്. നമ്മള് ഈ ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് അതിൽ വേണം ഇരിക്കാൻ. അപ്പൊ ആദ്യം പ്രാർത്ഥന. നമസ്കാരം. പ്രകൃതിയിലെ ജീവചൈതന്യം നിറഞ്ഞ പ്രാണൻ എന്റെ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലും നിറഞ്ഞ് എന്റെ ശരീരത്തിലെ എല്ലാ മാലിന്യങ്ങളും ദൂരീകരിച്ച് എന്റെ ശരീരം പരിശുദ്ധവും ദൃഢഗാത്രവും ആക്കി മാറ്റട്ടെ. ഓം സഹനാദു സഹനപുനത്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവിതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. കൈ പിന്നിൽ വയ്ക്കുക, ശ്വാസം വിട്ട് നെറ്റി നടത്തി നോക്കുക, ഭൂമിയുടെ അനുഗ്രഹം ലഭിക്കണം. ശ്വാസം എടുത്ത് നേർന്നു വരാ, കൈ കൂട്ടിച്ചെടുക്കുക. ആ കൈയുടെ ഊർജ്ജം മുഖത്ത് വയ്ക്കുക. പതുക്കെ ഒന്ന് തലോടിയിട്ട് പതുക്കെ കണ്ണു തുറക്കുക. ഇനി നമുക്ക് അനുലോമ വിലോമ 2 മൂക്കിലൂടെയുള്ള ശ്വാസം ക്രമീകരിക്കണം. 2 മൂക്കിലൂടെയും ശ്വാസം എടുക്കുക, മൂക്ക് അടച്ചു. 1 സാധാരണ ശ്വാസം വിടുക. 2 ശ്വാസം എടുക്കുക. 3 4 5 6 7 8 8 7 6 5 4 3 2 1. റെസ്റ്റ്. ഇനി 2 മൂക്കിലൂടെയും ശ്വാസം എടുക്കുക. 1 2 3 4 5 6 7 8. റെസ്റ്റ്. ഇത് താടി കഴിച്ചു കൂടിയാണ് തല പിടിച്ചു പിടിക്കണം. 1 2 3 4 5 6 7 8 8. റെസ്റ്റ്. തടി കൂടെ പിന്നിലിരിക്കുന്നതാണ്. 1 2 3 4 5 6 7 8. ചെവി ഷോൾഡറിന് പിടിക്കാൻ നോക്കുക. 1 2 3 4 5 6 7 8. താടി കഴുത്തിനും മുടിയിട്ട് പതിഞ്ഞിടും. 1 2 3 4 5 6 7 8. റെസ്റ്റ്. തല വീണ്ടും മുടിയിട്ട് പതിഞ്ഞിടും. 1 2 3 4 5 6 7 8. റെസ്റ്റ്. ഇനി ഫുൾ റൗണ്ട്. 1 ശ്വാസം എടുക്കുക, വിടുക. 2 റൗണ്ട് വരുമ്പോ ശ്വാസം വിടുക. 3 4 5 6 7 8. റെസ്റ്റ്. തിരിച്ചു റൗണ്ട് ചെയ്യണം. 1 ശ്വാസം വിടുക. 2 ശ്വാസം വിടുക. 3 ശ്വാസം വിടുക. 4 5 6 7 8. റെസ്റ്റ്. കൈ നിർത്തി പിടിക്കുക. കൈന്റെ വേരില് വളക്കുക. നീ വാങ്ങിങ്ങള് നമ്മളെ ഹൃദയമെടുപ്പൊന്നും കൂട്ടിക്കൊടുക്കില്ല. കൈ നിർത്തി പിടിക്കുക. 1 2 3 4 5 6 7 8. കൈപത്തി നിർത്തുക. 1 2 3 4 5 6 7 8. തല വരുമ്പോ 4 പേര് നിങ്ങൾ മടക്കി പിടിക്കണം. ജസ്റ്റ് പിടിക്കണം. 1 2 3 4 5 6 7 8. തിരിച്ചു. 1 2 3 4 5 6 7 8. നീ കൈ മടക്കുക. 1 2
3 4 5 6 7 8 കൈ കുറച്ച് പുറത്ത് തുറന്നു 1 2 3 4 5 6 7 8 കൈ മടക്കി പിടിക്കുക 1 2 3 4 5 6 7 8 തിരിച്ചു 1 2 3 4 5 6 7 8 റെസ്റ്റ് കൈ നിർത്തി പിടിക്കുക ചെറിയ വട്ടം വരയ്ക്കുക 1 2 3 4 5 6 7 8 തിരിച്ചു 1 2 3 4 5 6 7 8 കൈ കാലിന്റെ മുട്ടും വയ്ക്കുക ഷോൾഡർ പൊന്തിക്കണം 1 2 3 4 5 6 7 8 കൈ മുകളിലേക്ക് പൊന്തിക്കുക 1 2 3 4 5 6 7 8 പിന്നെ തിരിയണം 1 കൈ ക്ലോസ് ചെയ്ത് പിടിക്കുക 2 3 4 5 6 7 8 കൈ തന്നെ പിടിക്കുക 6 7 ബസ് 1 2 3 4 5 6 7 8 കാലിൽ നിർത്തിയേക്കുക കാലം നനക്കുക കാലിന് അകത്തി വയ്ക്കുക നന്നായി അകത്തി വയ്ക്കുക കാലിന്റെ തളരുമ്പോ തൊടുക നെറ്റി കാലിന് മുട്ടുമ്പോ മുട്ടിക്കാൻ നോക്കുക 1 2 3 4 5 6 7 8 8 7 6 5 4 3 2 1 രണ്ട് കാലിന്റെയും വെല്ലുവിളുണ്ട് നെറ്റിനകത്ത് മുട്ടിക്കുക 1 2 3 4 5 6 7 8 8 7 6 5 4 3 2 1 ini Chakrasana. Ayat mana? 1 2 3 4 5 6 7 8 rest. Tirsu 1 2 3 4 5 6 7 8 rest. കാലെടുത്ത് ഇനി ഓരോ കാര്യം മടക്കണം 1 2 3 4 5 6 7 8 8 7 6 5 4 3 2 1 രണ്ട് കാര്യം മടക്കുക 1 2 3 4 5 6 7 8 ഇനി അവിടെ കിടക്കണം കാല് കുറച്ചാലത്തേക്കണം കൈ കുറച്ചാലത്തേക്കണം കൈ മലർത്തി കാലെടുത്ത് എനിക്കിരിക്കുക എടുക്കുക എനിക്കിരിക്കുക അപ്പൊ കാലിങ്ങനെ കൂട്ടിപ്പിടിക്കുക 2 എടുക്കുക 3 4 5 6 7 8 8 plus 1 കാല് കൂട്ടിപ്പിടിക്കാം മുമ്പിലേക്കും പിന്നീട് ആകാം 1 2 3 റോൾ ചെയ്യാം 4 5 6 7 8 ഇനി സൈഡിലേക്ക് 1 2 3 4 5 6 7 8 relax അതവിടെ വാങ്ങിയിട്ട് കഴിഞ്ഞു അവിടെ കൊണ്ട് കൂട്ടി ചെറുതായിട്ടൊന്ന് വയർത്തുണ്ടോ ഒന്ന് റെസ്റ്റ് ചെയ്യാം കാലൊക്കെ അടിപ്പിച്ചേക്കുക കൈയൊക്കെ അടിപ്പിച്ചേക്കുക ഭാഗത്ത് ചെരിഞ്ഞ് കൈ കുത്തി അനുസരിക്കുക കൈ മലർത്തി വയ്ക്കുക അപ്പൊ നമ്മുടെ ഈ കാര്യങ്ങൾ കഴിഞ്ഞു ഇനി നമുക്ക് ഇരുന്നിട്ടുള്ള ആസനങ്ങൾ ചെയ്യണം
മലർന്ന് കിടന്നിട്ട്, കമഴ്ന്ന് കിടന്നിട്ട്, പിന്നെ എനിക്ക് നിന്നിട്ട്, അതുപോലെ തന്നെ ട്വിസ്റ്റിംഗ് ആസനങ്ങളുണ്ട്, ബാലൻസിങ് ആസനങ്ങളുണ്ട്. അപ്പൊ ഓരോ ദിവസം നമ്മൾ മാറി മാറി ചിരിയും. പിന്നെ കുറച്ച് ചിരിക്കണ ഒരു ഇതുണ്ട്, ലാഫിംഗ് യോഗയിൽ പെടും അത്. അപ്പൊ നമുക്ക് വെറുതെ അങ്ങോട്ട് ചിരിച്ചു കഴിഞ്ഞാൽ നല്ല ഒരു ഹോർമോൺ ഉണ്ടാവും, എൻഡോർഫിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ. അത് നമ്മുടെ ശരീരത്തിലെ ടോക്സിൻ, വിഷാംശം കളയാനായിട്ട് ഏറ്റവും നല്ലതാണ്. ഡിപ്രഷനും ഇതിനൊക്കെയും മരുന്നാണ് നമ്മുടെ ചിരി. ചിരി ഏറ്റവും വലിയ മരുന്നാണ്. അപ്പൊ അത് കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് നമ്മള്. അത് കഴിഞ്ഞ് നമുക്ക് പ്രാണായാമം ഉണ്ട്. പ്രാണായാമം കഴിഞ്ഞാൽ പിന്നെ ചൈതന്യാസനം, ശവാസനം, ഇത്ര കാര്യങ്ങളുള്ളത്. അപ്പൊ നമുക്ക് ഇന്ന് ഇപ്പൊ അത്ര ചെയ്യുള്ളൂ തുടക്കം എന്നുള്ള നിലയ്ക്ക്. അപ്പൊ നമുക്ക് തുടക്കം എന്നുള്ള നിലയ്ക്ക് നമ്മള് വാമിങ് ഇതൊക്കെ ആകുമ്പോൾ നമ്മുടെ തൊലി മസിൽ നമ്മളുള്ള ഒരു പിടുത്തുണ്ട്, അത് വിടും. അപ്പൊ നമുക്ക് കുറച്ച് മസിൽ പെയിനും കാര്യങ്ങളും ഉണ്ടാവും. 2-3 ദിവസത്തേക്ക് കുറച്ച് ദഹനത്തിന്റെ കാര്യത്തിലേക്ക് ബുദ്ധിമുട്ടുകൾ, കൂടുതൽ എളുപ്പമുണ്ടാവും, കൂടുതൽ ദഹനം നടത്തും. അപ്പൊ നമുക്ക് മനസ്സോധന കൂടുതൽ ഉണ്ടാവും. അതുപോലെ നമ്മുടെ ശരീരം ഒന്ന് ഇളകി, അപ്പൊ ചില പനികൾ ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ തുടക്കത്തില് അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, അത് തന്നെ മാറും. ഒരു 4-5 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ മാറും. അപ്പൊ അത് കാരണം നമ്മൾ പതുക്കെ പതുക്കെ പോകുന്നുള്ളൂ. അപ്പൊ പുതിയതായിട്ട് അഡ്വാൻസ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നമ്മള് സാധാരണ പുതിയ ആൾക്കാരെ ഉദ്ദേശിച്ചിട്ടുള്ള ക്ലാസ്. അപ്പൊ പഴയ ആൾക്കാര് ഒന്ന് ശ്രമിക്കണം, നമുക്ക് ഒരുമിച്ച് പോവാം. നമുക്കെല്ലാം അറിയുന്ന ആൾക്കാരും എല്ലാവർക്കും അറിയുന്നതാ. നമ്മള് ചെയ്യണില്ലേ മതിയാണ്. നമ്മൾ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ വരുമ്പോഴാണ് നമ്മൾ ചെയ്യുക. അപ്പൊ നമുക്ക് ഞങ്ങൾക്ക് പറയാനുള്ള പ്രായമായി തോന്നുന്നു നമുക്ക് വ്യായാമത്തിന്റെ പ്രാധാന്യം കൂടുതലാണ്. ചെറുപ്പക്കാരിൽ ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ ശരീരം ഉള്ളിൽ ശരിക്കും ഓട്ടോമാറ്റിക് പ്രവർത്തനം ഉണ്ടാവും. കുറച്ച് പ്രായം തോന്നും നമ്മുടെ ഉള്ളിലെ മെഷീന്റെ കപ്പാസിറ്റി കുറയാ, അതിന്റെ ആ സ്ട്രെങ്ത് കുറയാ. അപ്പൊ നമ്മളൊന്ന് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കണം, ഒന്ന് വൈൻഡപ്പ് ചെയ്ത് കൊടുക്കണം. അതാണ് വ്യായാമം. അപ്പൊ ആ വ്യായാമം നമുക്ക് എല്ലാ ദിവസവും ചെയ്യാം. അപ്പൊ നമുക്ക് ഇന്ന് ഒരു ഭസ്ത്രിക പ്രാണായാമം ചെയ്ത് കഴിഞ്ഞ് നിർത്തുകയാണ്. കൈ ഇങ്ങനെ പിടിക്കുക, 1 2 1 2. ഇങ്ങോട്ട് വലിക്കുമ്പോ ശ്വാസം ഇടുക, ഇങ്ങോട്ട് പൊന്തുമ്പോ ശ്വാസം എടുക്കുക. 1 2 12 പ്രാവശ്യം, അങ്ങനെ 3 സെറ്റ് നോക്കാം. ഇങ്ങനെ പിടിക്കുക, കണ്ണടയ്ക്കുക. സെക്കൻഡ് റൗണ്ട്. പന്ത്രണ്ട് പ്രാവശ്യം കേട്ടോ. അത് ഓരോ ദിവസം അങ്ങനെ കൂട്ടിക്കൊണ്ടിരുന്നത്. തുടക്കത്തിൽ നമ്മള് 12 പേര്. സാധാരണ നമ്മുടെ ശ്വാസം ശരാശരി മനുഷ്യൻ 12 അല്ലെങ്കിൽ 13 ഒരു മിനിറ്റില്. അപ്പൊ അത് അങ്ങനെ കൂട്ടി അതിന്റെ കപ്പാസിറ്റി കൂട്ടണം ലാസ്റ്റ്. കുറച്ചേരം കണ്ണടച്ച് നമ്മുടെ ശരീരത്തിലുണ്ടായ മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. അന്ന് യോഗത്തൊടുക്കുമ്പോൾ ഇപ്പോഴും നമ്മളുടെ വ്യത്യാസം ശ്രദ്ധിക്കുക. നമ്മൾ ഇന്ന് ഇത്ര ചെയ്യുമ്പോൾ ഇനി നാളെ തൊട്ട് നമുക്ക് കുറച്ചിങ്ങനെ കുറേശ്ശെ കൂട്ടിക്കൊണ്ടുവരാം. കുറച്ചേരം കണ്ണടച്ചിരുന്നാൽ മതി. നമ്മുടെ കാല് തൊട്ട് തല വരെ ഓരോ ഭാഗങ്ങൾ ശ്രദ്ധിക്കുക. പതുക്കെ റിലാക്സ് റിലാക്സ്. മതി. നീ നന്ദി പറയണം, നമസ്കാരം. പ്രകൃതിയിലെ ജീവചൈതന്യം നിറഞ്ഞ പ്രാണൻ എന്റെ ശരീരത്തിലെ എല്ലാ ദോഷങ്ങളിലും നിറഞ്ഞ് എന്റെ ശരീരത്തിലെ എല്ലാ മാലിന്യങ്ങളും ദൂരീകരിച്ച് എന്റെ ശരീരം പരിശുദ്ധവും ദൃഢഗാത്രവും ആക്കി മാറ്റിയിരിക്കുന്നു. അതിന് ദൈവത്തിന് നന്ദി പറയാം, മാതാപിതാക്കൾക്കും കുരുക്കന്മാർക്കും നന്ദി പറയാം. നീ ഇന്നത്തെ ദിവസം മുഴുവൻ എല്ലാവരോടും നന്നായി പെരുമാറാനും നല്ല സന്തോഷത്തോടുകൂടി ഇരിക്കാനും വേണ്ടി പ്രാർത്ഥിക്കുക. കൈ ഉപയോഗിക്കുക, ശ്വാസം വിട്ട് നെറ്റി നടത്തു മുടിക്കുക. ഗുരുദേവയോട് നന്ദി പറയാം. ശ്വാസത്തിൽ നിറഞ്ഞ കൈ കൊടുത്തിട്ടുണ്ട്, കൈ കണ്ണിന്റെ മുകളിലേക്ക്, കൈ മുഖത്ത് എല്ലാവർക്കും നമസ്ത, നെറ്റി താടി ചെവിരടി തലയിലൊക്കെ മസാജിങ് ചെയ്യാം. കൈ ഒന്നുകൂടി കൂട്ടിട്ട് കണ്ണിന്റെ മുകളിലേക്ക്, കണ്ണ് തുറക്ക് അടയ്ക്കുക. കൈന്റെ വെല്ലുവിളി നോക്കിയാണ് നമുക്ക് എല്ലാവരോടും നന്ദി അറിയാം. നമസ്തേ 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 നമസ്തേ. ശുഭദിനം. അപ്പൊ നമുക്ക് നാളെ തൊട്ട് കുറച്ചുകൂടി ഒന്ന് കുറേശ്ശെ കൂട്ടി കൊണ്ടുവരാം കേട്ടോ. അപ്പൊ ഒറ്റയടിക്ക് നമ്മള് ഇതായി ശരിയാവില്ല. നമ്മള് സ്റ്റാർട്ടിങ് ആണല്ലോ. അപ്പൊ നമുക്ക് ഇനി ഗ്രൂപ്പില് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം വാട്സപ്പില്. നിങ്ങളുടെ സംശയങ്ങളൊക്കെ അതിൽ തീർക്കാം. ഓക്കെ, താങ്ക് യു.